നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അൺപ്ലാൻ ട്രിപ്പ് പോയിട്ടുണ്ടോ? അതായത് ഡെസ്റ്റിനേഷൻ പോലും ഫിക്സ് ചെയ്യാതെ പെട്ടെന്ന് കൈ കിട്ടിയ സാധനങ്ങൾ എടുത്തൊരു യാത്ര? എന്നോട് ചോദിച്ചാൽ ഇതുവരെ എനിക്കതിന് നോന്നാണ് കേട്ടോ ആൻസർ. അൺപ്ലാൻ ട്രിപ്സ് ആർ ഓൾവേസ് ദി ബെസ്റ്റ് എന്ന് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ എങ്ങോട്ടേലും ട്രിപ്പ് പോവുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റേയും വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടും ഒക്കെ തിരഞ്ഞ് നമ്മളെ ടൈം വെറുതെ വേസ്റ്റ് ആവൂലേ? അതിലും ഭേദം ഒക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങ് പോയാൽ പോരേന്നാ. ശരിയാണ്, അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നു, ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു അൺപ്ലാൻ ട്രിപ്പ് പോകണം. കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഓരോ വീക്കും ഫ്രൈഡേ നൈറ്റ് ആകുമ്പോൾ ആലോചിക്കുന്നൊരു കാര്യമാണ്, വീക്കെൻഡ് അല്ലേ, ട്രിപ്പ് പ്ലാൻ ചെയ്യായിരുന്നു എന്ന്. അതിങ്ങനെ എല്ലാ വീക്കെൻഡും റിപ്പീറ്റഡ് ആയപ്പോൾ ഒരു നൈറ്റ് ഞങ്ങൾ തീരുമാനിച്ചു, നാളെ പുലർച്ചയ്ക്ക് എണീക്കുകയാണെങ്കിൽ എന്തായാലും ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ എനിക്ക് പതിവ് പോലെ ഉറക്കം വന്നില്ല കേട്ടോ. അത് പിന്നെ ചെറുപ്പം തൊട്ടേ അങ്ങനെ ആണല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൊല്ലത്തിൽ ആകെ കിട്ടുന്നൊരു ട്രിപ്പിൻ്റെ തലേന്ന് മയക്കുവെടി തന്നാലും എൻ്റെ ബോധം പോവില്ല. കണ്ണടച്ചാലേ പേടിയാണ് ഈ നാളെ ഞാനെങ്ങാനും എണീക്കാൻ വൈകിട്ട് എന്നെ കൂട്ടാതെ എല്ലാവരുടെ ട്രിപ്പ് പോകുമെന്ന്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടന്ന് എങ്ങനെയോ ഞാനൊരു 2 മണിക്കൂർ ഉറങ്ങി കിട്ടി. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അലാം അടിച്ചപ്പോൾ തന്നെ എണീക്കാനും പറ്റി. അങ്ങനെ ഒരു എക്സ്ട്രാ പെയർ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. തൽക്കാലം ആതിരപ്പള്ളി വഴി വാൽപ്പാറയ്ക്ക് പോവാം, പിന്നെ ബാക്കി അവിടെ ചെന്നിട്ട് നോക്കാമെന്നായിരുന്നു ഡിസിഷൻ. അങ്ങനെ ഫോറസ്റ്റ് റോഡിലേക്ക് കടന്നപ്പോൾ ഇനി എങ്ങാനും വല്ല ആനയും വന്ന് ഞങ്ങളെ ട്രിപ്പ് കൊളാക്കുമെന്ന് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പോണ വഴിക്ക് ആനപ്പിണ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വാൽപ്പാറ എത്തിയിട്ടോ. എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ, അതിൻ്റെ കൂടെ ചെറിയൊരു ചാറ്റൽ മഴയും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ട, മൊത്തത്തിലൊരു വൈബേനു. പിന്നെ ഇവിടുത്തെ തേയിലത്തോട്ടം എനിക്ക് സാധാരണ കാണുന്നതിലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിട്ടോ. ചിലപ്പോൾ ഇതിങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച പോലെ ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പ്ലാൻ മാറ്റി. കാരണം ഇന്നത്തെ ഒരു മൂഡ് എന്ന് പറയുന്നത് ഫുൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാം, ഇടയ്ക്ക് ഏതെങ്കിലും സ്പോട്ടിൽ നിർത്തുക, അങ്ങനെ അങ്ങ് പോകാന്നുള്ളതായിരുന്നു. പക്ഷേ ഇനി എങ്ങോട്ട് പോകുന്ന ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി വഴി പാലക്കാട് ഫിക്സ് ചെയ്തു. ഇതുവരെ കണ്ടതിനേക്കാൾ അടിപൊളി റൂട്ടായിരുന്നു വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക്. ആ 41 ഹെയർ പിൻ ഡ്രൈവ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ്. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര ലോങ്ങും ആയിരുന്നു കേട്ടോ. അത്
ഒരു 10 ഹെയർ പിൻ ബാളും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ക്ലൈമറ്റ് ആകെ മാറി വെയിലായി. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോട്ടിലൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാം ആസ്വദിച്ചാണ് പോകുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് 2 മയിലിനെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ഒരെണ്ണം കുറച്ച് അപ്പുറത്തേക്ക് പറന്നുപോയി. അങ്ങനെ കുറച്ച് നേരം അതിനെ നോക്കി നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തു പോന്നു. പിന്നെ വേറൊരു വളവിൻ്റെ അടുത്ത് ഫുൾ കുരങ്ങന്മാരും അതിൻ്റെ കുട്ടികളും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി വീഡിയോ എടുക്കണമെന്ന് വെച്ചപ്പോഴേക്കും ഈ കുട്ടികളെല്ലാം കൂടി കാറിൻ്റെ മേലെ കയറി ഡോറൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വീഡിയോസ് ഒക്കെ എടുത്തു പോന്നു. ഈ ഹെയർ പിന്ന് ഓരോന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ആളിയാർ ഡാമിൻ്റെ വ്യൂ നല്ല ഭംഗിയാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ പോയിന്റിലും നിർത്തി അതൊക്കെ കണ്ട് താഴെ എത്തിയപ്പോഴേക്കും അതിൻ്റെ ക്ലോസിങ് ടൈമായി. അങ്ങനെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റിയില്ല. അപ്പം തന്നെ സന്ധ്യ ആയിട്ടേനും പിന്നെ ഒടുക്കത്തെ വിശപ്പുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി ചായയും വടയും ഒക്കെ കഴിച്ചു കേട്ടോ. അതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റും ആയിരുന്നു. അത് ആവശ്യത്തോടെ കഴിക്കുന്ന തിരക്കിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിലും ഫുഡ് കണ്ടാൽ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം എനിക്ക് ഓർമ്മയേ ഉണ്ടാവലില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങിയ ശേഷം നേരെ ഞങ്ങൾ പാലക്കാടേക്ക് വിട്ടു. അതിൻ്റെ ഇടയിൽ എവിടെ നിർത്തിയില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തിയ റൂമൊക്കെ നോക്കി ഭാഗ്യത്തിന് അത്യാവശ്യം നല്ല റൂമൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് പാലക്കാട് എവിടേക്കാണ് വിസിറ്റ് ചെയ്യാനുള്ളതെന്ന് കണ്ടെടുക്കണം. എന്നാൽ പാലക്കാട് വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.